നെക്സ്റ്റ് ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാംകൃതി സമവാക്യങ്ങൾ. ഒരു രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം ax² + bx + c = 0, a is not is equal to 0. The general form of a second degree equation is ax² + bx + c = 0, a is not is equal to 0. a എന്ന് പറയുന്നത് x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, b എന്ന് പറയുന്നത് x-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. x² + 6x + 8 = 0. ഇവിടെ x-ൻ്റെ പവർ 2 ആണ്, x²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. എയുടെ വില 0 അല്ലാത്ത x-ൻ്റെ കൃതി 2 ആയ സമമുള്ള വാക്യത്തെ രണ്ടാംകൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നു. വേറെ എക്സാമ്പിൾ എഴുതി നോക്കാം. 3x² + 5x + 4 = 0. x-ൻ്റെ പവർ 2 ആണ്, x²ൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനിലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എഴുതുകയും x-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. Page 81, question number 1. When each side of a square was reduced by 2 meters, the area became 49 square meter. What was the length of a side of the original square? ഒരു സ്ക്വയറിൻ്റെ ഓരോ സൈഡും 2 മീറ്റർ റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ സ്ക്വയറിൻ്റെ ഏരിയ 49 സ്ക്വയർ മീറ്ററാണ്. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ആദ്യത്തെ സമീകരണത്തിൻ്റെ വശം എത്ര? ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനിലും എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ let the length of a side of the original square is equal to x meter. ആദ്യത്തെ സമീകരണത്തിൻ്റെ വശം എക്സ് മീറ്റർ. Side of the square was reduced by 2 meters. Side of the new square. ഓരോ സൈഡും 2 meters റെഡ്യൂസ് ചെയ്തേക്കാൻ. അപ്പോൾ നമുക്ക് എഴുതാം x - 2. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി ന്യൂ സ്ക്വയർ 49 മീറ്റർ സ്ക്വയർ തന്നിരിക്കുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു 49 മീറ്റർ സ്ക്വയർഡ്. സ്ക്വയറിൻ്റെ ഏരിയയുടെ ഫോർമുലയാണ് സൈഡ് ഇൻറ്റു സൈഡ്, അതായത് a² ഈസ് ഈക്വൽ ടു 49. ഇവിടെ a എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദി ന്യൂ സ്ക്വയർ. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് x - 2 ദ ഓൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 × 7 7² ആണെന്നറിയാം. രണ്ടിൻ്റെയും പവർ ഈക്വലാണ്, അതുകൊണ്ട് അതിൻ്റെ ബേസും ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം x - 2 ഈസ് ഈക്വൽ ടു 7. അറിയാൻ പറഞ്ഞ എക്സ് മാത്രമേ ഇറക്കി എഴുതാം, ഈസ് ഈക്വൽ ടു എഴുതാം, 7 ഇറക്കി എഴുതാം. -2 ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് +2 ആകുന്നു. 7 + 2 ഈസ് ഈക്വൽ ടു 9 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 meters എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഒന്നാമത്തെ സമീകരണത്തിൻ്റെ വശം 9 മീറ്റർ എന്ന് എഴുതാം. Second question. A square ground has a 2 meter wide path all around it. ഒരു സമേതരാകൃതിയിലുള്ള ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ചുറ്റുമായി വഴിയുണ്ട്. The total area of the ground and the path. പാതയുടെയും ഗ്രൗണ്ടിൻ്റെയും ആകെ പരപ്പളവ് 1225 സ്ക്വയർ മീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ടിൻ്റെ ഏരിയ എത്രയായിരിക്കും? നമുക്ക് എഴുതാം. ലെറ്റ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് മീറ്റർ സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ ഗ്രൗണ്ടാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിന് ചുറ്റുമായി 2 മീറ്റർ വീതിയുള്ള ഒരു
വഴി, പാത്തുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 2 + x + 2. സൈഡ് ഓഫ് ദി ഗ്രൗണ്ട് ഇൻക്ലൂഡിംഗ് ദി പാത്ത്. പാത ഉൾപ്പെടെ ഗ്രൗണ്ടിൻ്റെ വശം = x + 2 + 2. എക്സ് എഴുതാം, 2 + 2 4. നമുക്കതിരിക്കുന്നത് ടോട്ടൽ ഏരിയ. അപ്പോൾ ടോട്ടൽ ഏരിയ = 1225. ഏരിയയാണ് ഫോർമുല അറിയാം, s². s² = 1225. ഇവിടെ സൈഡ് x + 4 ആണ്. അപ്പോൾ x + 4 the whole squared = 35 × 35 = 1225. അപ്പോൾ നമുക്കിവിടെ 35 × 35 35² എന്ന് എഴുതാം. ഇവിടെ പൾസ് ഈക്വലാണ്, അതുകൊണ്ട് അതിൻ്റെ ബേസ് ഈക്വലായിരിക്കും. അപ്പോൾ x + 4 = 35. x = 35 എഴുതാം, +4 -4 ആകുന്നു, = 31. യോജിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്. ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് = സൈഡ് 31 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 31 meters × 31 meters = 31 × 31 961 meter × meter squared. Third question. The square of a term in the arithmetic sequence 258 is 2500. What is its position? 258 എന്ന അർത്ഥം സീക്വൻസിൻ്റെ എത്രാമത്തെ ടേമിൻ്റെ സ്ക്വയറാണ് 2500? ഇതായിട്ട് ആദ്യം നമ്മൾ ഓൾജിബ്ര എക്സ്പ്രഷൻ എക്സ് കണ്ടുപിടിക്കുന്നു. സീക്വൻസ് എഴുതാം, 2, 5, 8 etc. x1 = f = 2, d = 5 - 2 = 3, xn = dn + f - d = 3n + f2 ആണ്, -d 3 ആണ്, = 3n + 1 പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ്. അപ്പോൾ 1 കിട്ടുന്നു, വലുത് 3 ആണ്, അതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, = 3n പോസിറ്റീവ് നെഗറ്റീവ് -1. The square of a term is 2500. അപ്പോൾ നമുക്ക് എഴുതാം 3n - 1 the whole squared = 2500. 3n - 1 the whole squared = 2500 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50 × 50 = 2500. അപ്പോൾ ഇവിടെ നമുക്ക് 50² എന്ന് എഴുതാം. ഇവിടെ പവേഴ്സ് ഈക്വലാണ്, അതുകൊണ്ട് ബേസ് ഈക്വലായിരിക്കും. 3n - 1 = 50. 3n ഇറക്കി എഴുതാം, = 50 -1 ട്രാൻസ്ഫർ ചെയ്യാത്ത +1 ആയിത്തീരുന്നു. 50 + 1 51. 3 എന്ന് പറഞ്ഞാൽ 3 × n ആണ്. n ഇറക്കി എഴുതാം, 51 മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി തീരുന്നു, = 17. നമുക്ക് എഴുതാം പൊസിഷൻ = 17. Question number 4. 2000 rupees was deposited in a scheme in which interest is compounded annually. വാർഷികമായി പലിശ കണക്കാക്കുന്ന ഒരു സ്കീമിൽ 2000 രൂപ നിക്ഷേപിക്കുന്നു. After 2 years, the amount in the account was 2205. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നിക്ഷേപം 2205 ആവുന്നു. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? പലിശ നിരക്ക് എത്ര? ഇവിടെ നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് നോക്കാം. ഡെപ്പോസിറ്റ് ചെയ്തത് 2000 റുപ്പീസാണ്. അപ്പോൾ P = 2000 റുപ്പീസ്. ആഫ്റ്റർ 2 years, അപ്പോൾ N = 2. എമൗണ്ട് 2205. അപ്പോൾ A = 2205.
നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 6 കണ്ടുപിടിക്കേണ്ടത്. P is equal to 2000, N is equal to 2, amount is equal to 2205. amount കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട് നമ്മൾ. P into 1 plus R by 100 all raised to N is equal to 2205. അതിൽ P നമുക്കറിയാം 2000 ആണ്. അപ്പോൾ പിയുടെ സ്ഥാനത്ത് 2000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 1 plus R by 100 ഇറക്കി എഴുതാം. all raised to N, N ഇവിടെ 2 ആണ്. 2 is equal to 2205. 2000 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ്, അഡിഷൻ തീരുന്നു. 1 plus R by 100 all raised to ഇറക്കി എഴുതാം. 2205 ഇറക്കി എഴുതാം. ഇൻറ്റു എന്നുള്ളത് ഡിവിഷനായി തീരുന്നു. ഇവിടെ നമുക്ക് 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 20 4 ടൈംസ്, അടുത്ത 20 4 ടൈംസ്, 5 1 ടൈംസ്. 20 4 ടൈംസ്, 2 0 ഇറക്കി എഴുതാം. 400 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 × 20 ആണ് 400. 21 × 21 ആണ് 441. 1 plus R by 100 all raised to 2 ഇറക്കി എഴുതാം. 441 എന്ന് പറഞ്ഞാൽ 21 21 ആണ്. നമുക്ക് 21 സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ 20 × 20 ആണ്. അപ്പോൾ 20 സ്ക്വയർ എന്ന് എഴുതാം. 1 plus R by 100 all raised to 2 is equal to 21 by 20 the whole squared. ഇവിടെ പവേഴ്സ് ഈക്വലാണ്, അതുകൊണ്ട് അതിൻ്റെ ബേസ് ഈക്വലായിരിക്കും. നമുക്ക് എഴുതാം 1 plus R by 100 is equal to 21 by 20. 1 plus R by 100 is equal to 21 by 20. R by 100 ഇറക്കി എഴുതാം. is equal to 21 by 20 plus 1 minus 1 ആയി തീരുന്നു. R by 100 is equal to 21 by 20 minus 1 by 1. R by 100 is equal to 2 ഫ്രാക്ഷൻ ആകുന്നിരിക്കുന്നത്. നടുക്ക മൈനസ് വരുമ്പോൾ 21 × 1, 21 minus 20 × 1, 20 divided by 20 × 1, 20. R by 100 is equal to 1 by 20. R is equal to 1 by 20. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി തീരും. ഇൻറ്റു 100 0 0 കട്ട് ചെയ്യുക. 10 by 2 5% എന്ന് കിട്ടുന്നു. അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. x² + 10x + 25 ഇത് a സ്ക്വയേർഡ്, ഇത് 2ab + b സ്ക്വയേർഡ്. ഇനി നമ്മൾക്ക് a + b ദ ഹോൾ സ്ക്വയർഡ് ഫോമിലാക്കി എടുക്കണം. ഈസ് ഈക്വൽ ടു x × x x² ആണ്, അതായത് x² സ്ക്വയർ റൂട്ട് x ആണ്. ഇവിടെ എല്ലായിടത്തും പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് എന്ന് എഴുതാം. 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്, അപ്പോൾ 25 സ്ക്വയർ റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഉടൻ തന്നെ മാർജിനിൽ 2ab എന്ന് എഴുതുക. എന്നിട്ട് 2 × 5 × x, 2 × 5 × x, 2 × 5 10, 10 × x 10x. ആ 10x ഈ 2ab സ്ഥാനത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിയാണ്. അടുത്ത നോക്കാം. x × x x² ആണ്, അപ്പോൾ x² സ്ക്വയർ റൂട്ട് x ആണ്. എല്ലായിടത്തും പ്ലസ് ആണ്, പ്ലസ് എഴുതാം. 3 × 3 9 ആണ്, അപ്പോൾ 9 സ്ക്വയർ റൂട്ട് 3 ആണ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2ab കണ്ടുപിടിക്കാം. 2 × 3 × x, 2 × 3 × x is equal to 2 3s are
6x. ഇവിടെ 6x ഉണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. അടുത്ത് ചെയ്യാം. എക്സിൻ്റെ എക്സ് സ്ക്വയർഡാണ്. x²² എക്സ് എല്ലായിടത്തും പ്ലസ്സിൽ ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് എഴുതാം. 2 × 2 4 ആണ്, അതിൻ്റെ അർത്ഥം 4² 2 ആണ്. ഇത് ഹോൾ സ്ക്വയർ എഴുതാം. 2ab കണ്ടുപിടിക്കാം. 2 × 2 × x 2 × 2 × x = 4x. ഇവിടെ നമുക്ക് 4x കിട്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്തത് കറക്റ്റാണ്. എക്സിൻ്റെ x² എക്സ് ഇവിടെ മൈനസ് വന്നിരിക്കുന്നു, അതുകൊണ്ട് മൈനസ് എഴുതാം. 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. 16² 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2ab കണ്ടുപിടിക്കാം. 2ab = 2 × 4 × x 4 × x = 8x. 8x നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ചെയ്ത കറക്റ്റാണ്. ഇത് നിങ്ങൾ പല പ്രാവശ്യം പഠിച്ചെടുക്കുക. കൂടാതെ ഇനി പറയുന്ന ടേബിൾസും ദിവസേന വായിച്ചുകൊണ്ടിരിക്കുക.